ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരൻ ഉപ്പേരിയുടെ റെസിപ്പിയാണ്. ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ കുറച്ച് ഉഴുന്നുപരിപ്പ്, കടുക്, അതുപോലെ കറിവേപ്പില, മുളകൊക്കെ ഇട്ട് കടുക് വറുക്കാൻ വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണിത്. ഞാൻ കുറച്ച് സവോളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എനിക്ക് ഈ കറി കാണുമ്പോൾ എൻ്റെ അമ്മയെ എപ്പോഴും ഓർമ്മ വരും കേട്ടോ. താളുകൊണ്ട് അമ്മ പല കറികളും ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഞാനിവിടെ ഉപ്പും മഞ്ഞളും ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ താളിൻ്റെ ഇലയാണ്, ഇതിങ്ങനെ കെട്ടിയിട്ടാണ് ഇടുക സാധാരണ. ഇല ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ തണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണിത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷമാണ് ഞാൻ താളിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഓപ്ഷണലാണ്, കുറച്ച് തേങ്ങ വേണമെങ്കിലും ഇടാം. ഞാനിതിൽ കുറച്ച് നന്നായിട്ട് തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് തേങ്ങ ഇങ്ങനെ ഇടുമ്പോൾ. കുറച്ച് ചതച്ച മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചതച്ച മുളക് ഇട്ടാൽ മതി. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അങ്ങനെ പറയുകയല്ല, ഞാനിത് ഗോതമ്പ് റവച്ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉണ്ടോ, ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കർക്കിടക മാസത്തിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ റവച്ചോറെന്ന് പറഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചോറ് തന്നെയാണ് കേട്ടോ. അത് നമ്മുടെ ഗോതമ്പ് അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, നുറുക്ക് ഗോതമ്പ് കൊണ്ട്. അതിൻ്റെ കൂടെ ചക്കപ്പുഴുക്ക്, അതുപോലെ തന്നെ താളിൻ്റെ ഒരു കൂട്ടാൻ, മൊളോഷ്യം പോലെ ഒരു കൂട്ടാൻ, പരിപ്പും കൂടിയിട്ട് മൊളോഷ്യം ഉണ്ട്. അതുപോലെ വാഴക്കൂമ്പ് തോരനും ഉണ്ട് കേട്ടോ. ഞാനൊരു പഴം എടുത്തു വെച്ചിട്ടുണ്ട്. പഴം ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാനാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്